ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആക്ച്വലി ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചുള്ളൂ. സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് എങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഉറങ്ങി എണീച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശപ്പ്. ശരി, എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാമ്പാറെന്ന് പറയാൻ പറ്റില്ല, പരിപ്പിട്ടിട്ട് ഇത് വെക്കാൻ പോവാണ്. പടവലങ്ങ. അപ്പോൾ പടവലങ്ങ പരിപ്പാണ് വെക്കാൻ പോണത്. അതും സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ കൂടെയാണ് അത് കഴിക്കുക ഞാൻ. ഓക്കെ, നമ്മൾ ഈ തനിച്ചിരിക്കുമ്പോൾ ഭയങ്കര മടിയൊക്കെ ആയിരിക്കും നമുക്ക് കുക്ക് ചെയ്യാനും. എങ്ങനെയെങ്കിലും സമയം സേവ് ചെയ്യും, അല്ലെങ്കിൽ കുറേ സമയം എടുത്തിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. അതുപോലൊരു പീസാണ് ഞാൻ. ഓക്കെ, ഭയങ്കര ചൂടാട്ടോ ഇവിടെ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. വേണമെങ്കിൽ എനിക്ക് ലൈറ്റ് ഇട്ടാൽ കുറച്ചുകൂടി വെളിച്ചം ഉണ്ടാവും. ബട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേറെ ബ്ലാക്ക് ഡ്രസ്സ് അട്ടിക്കണേ അങ്ങനെ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ എങ്ങനെ കടുക് താളിക്കാതെ കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, കടുക് താളിക്കാതെ എങ്ങനെ കുക്ക് ചെയ്യാം. ദാറ്റ്സ് വെയിറ്റ് ആൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ എൻ്റെ അടുപ്പ് കണ്ടിട്ട് ആരും ഞെട്ടരുത് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ കണ്ണു വെച്ചിട്ടാണ് ഇങ്ങനെ ആയത്. ക്ലീൻ ചെയ്യാനൊന്നും വയ്യ ഗൈസ്, പൂരം മടിച്ചായിട്ടുണ്ട്. ഇതാ പരിപ്പ് കഴുകിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പീസ് ഉള്ളി, അതെ ഒരു പീസ് ഒനിയൻ കട്ട് ചെയ്തിടാൻ പോവാണ്. സവാള. സിമ്പിളാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തി, ദോശ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ടേസ്റ്റ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉള്ളി നമ്മൾ കട്ട് ചെയ്തു, കറുകുറുന്ന് നിങ്ങൾക്ക് കിട്ടണ പോലെ കട്ട് ചെയ്തു. ചന്തൊന്നും ഭംഗിയിലൊന്നും കാര്യമില്ല. ഓക്കെ, എനിക്കൊരു ശീലമുണ്ട്, കത്തി എന്തെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ ഞാൻ അത് വാഷ് ചെയ്യും. പക്ഷെ പിന്നെ ആലോചിച്ചത് ഇത് മുറിക്കാൻ നമുക്ക് കത്തി വേണമല്ലോ എന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇത് പീൽ ചെയ്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനമൊക്കെ കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലിടും. ഓക്കെ, വെയിറ്റ്, കട്ട് ചെയ്തിട്ട് വരാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ പടവലങ്ങയും കട്ട് ചെയ്തു ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിലുള്ളത് പരിപ്പ്, ഉള്ളി, പടവലം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കണം. തക്കാളി, പടവലങ്ങ, ഉള്ളി, പരിപ്പ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പരിപ്പൊക്കെ കഴുകിയതായിട്ട്, ഇത് എല്ലാ സാധനങ്ങളും കഴുകിയതാണ്. കറുപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് ആ പോലെ കട്ട് ചെയ്യാം. അങ്ങനെ ഭംഗി ഡിസൈൻ മാറ്റർ. പടവലങ്ങ മാത്രം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തു. ഒരു പ്രാവശ്യം ഞാൻ മട്ടത്തിൽ ഒരുമാതിരി കട്ട് ചെയ്തിട്ട് കഴിക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടായിരുന്നു. സോ അതുകൊണ്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചുമ്മാ ചെറുതായിട്ട് വേണം, ഷേപ്പ് ഡിസൈൻ മാറ്റർ. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മദർ എപ്പോഴും പറയാറുണ്ട്, കട്ട് ചെയ്യുമ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചന്തത്തിൽ കട്ട് ചെയ്യണം, ഭംഗിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് കഴിക്കാനുള്ളത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഡസൻ മാറ്റർ ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എന്താ നിങ്ങളെല്ലാവരും ഞാൻ വണ്ണം വെച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ തെറ്റിയിരിക്കരുത്. ഉറങ്ങി എനിക്ക് വീർത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നു. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതുപോലെ വെള്ളം ഒഴിച്ചേക്കണേ. എനിക്ക് നിറയെ കറി ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഒരു നേരം വെച്ചിട്ട് ഒരു പ്രാവശ്യം വെച്ചിട്ട് 2 നേരം അല്ലെങ്കിൽ 3 നേരം കഴിക്കാമെന്നൊക്കെയാണ് പ്ലാൻ. അറിയത്തില്ല, എങ്കിലും ഞാൻ മാക്സിമം കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കും. എനിക്ക് എപ്പോഴും റൈസ് ഇല്ലെങ്കിൽ കൂടെ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ചപ്പാത്തി അങ്ങനെയുള്ള സാധനത്തെ ഇവിടെ കറി കുറച്ച് കൂടുതൽ എനിക്ക് ആവശ്യമാണ്. സോൾട്ട് ദാരിദ്ര്യം എന്നല്ല കേട്ടോ, സോൾട്ട് ഉണ്ട്. ഇടുക്കി പൊട്ടിച്ചിട്ട് ഇതിലൊഴിക്കാൻ മടിച്ചിട്ടാ. ഓക്കെ, സോൾട്ട്, പിന്നെ ടർമറിക് പൗഡർ, മഞ്ഞപ്പൊടി, കുറച്ച് പച്ചമുളക്, മുളക് പൊടി, കുറച്ച് മുളക് പൊടി അവിടെ ഇട്ടത്, സാമ്പാർ പൊടി. ചുമ്മാ ഞാൻ തന്നെ എന്നെ പറ്റിക്കുക.
മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട ഏകദേശം എല്ലാത്തിലും ഞാൻ മല്ലിപ്പൊടി ഇടും. ഫസ്റ്റൊക്കെ ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ഇട്ടില്ലായിരുന്നു. പിന്നെ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു സാമ്പാർ വയ്ക്കുമ്പോൾ മുളക് പൊടി ഇട്ടാൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ മല്ലിപ്പൊടി ഇടണം. സോ മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുക്കുക, ഇളക്കി കൊടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. എൻ്റെ കുക്കറിൻ്റെ പിടി പൊട്ടിയിരിക്കുകയാണ്, ആരും ഒന്ന് നോക്കി എടുത്ത് പിടിയൊക്കെ വാങ്ങണം. ഓക്കെ, അടച്ച് കറി വെക്കാൻ 5 മിനിറ്റ് കൂടി, അങ്ങനെയല്ല ഒരു 10 മിനിറ്റ്. ശരിക്കും പറഞ്ഞാൽ അത്രയും വേണ്ട. വിസിൽ വന്ന കറിയായി, 5 മിനിറ്റ് മതിയായിരിക്കും. എൻ്റെ പൊന്നളയാ, നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഈ ചെന്നൈയിൽ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. ഈ ചൂട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അത്രയും ചൂടാണ്. ഭ്രാന്താവാണ് ചൂട് കാരണം. ഓക്കെ, ഇതിൽ വിസിൽ ഒരു 2 വിസിൽ വന്ന് ഞാനിവിടെ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ കാറ്റ് പോകുമ്പോൾ അതെടുത്ത് കഴിക്കും. അങ്ങനെ പറഞ്ഞത് ആ പത്രമുള്ളൂ. നമുക്ക് എൻ്റെ മുടി എന്താ അവസ്ഥ, ഉറങ്ങിയാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും ഗൈസ്. രാത്രിയൊക്കെ ഞാൻ ഇന്നലെ എത്ര പ്രാവശ്യം കുടിച്ചാൽ എനിക്കെന്നെ അറിയത്തില്ല. രാത്രിയൊക്കെ എണിച്ച് വെറുതെ കുടിക്കുക, ചൂട് കാരണം. ഇവിടെ എന്ന് വെച്ചാൽ അവിടെ സീലിംഗ് ഫാൻ, AC അങ്ങനെയൊന്നുമില്ല. സോ ഒരു പെഡസ്റ്റലാണ് ഉള്ളത്. സോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ കിടന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ തന്നെ കണ്ടോ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വിസിലിന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് വിസിൽ വന്നു ഗൈസ്. ഞാൻ ഓഫ് ചെയ്തു ഗ്യാസ്. വെളിയിലൊക്കെ കറി പോയിട്ടുണ്ട്. വിസിലടിച്ചിട്ട് താഴെയൊക്കെ ആ കറിയൊക്കെ ആയിട്ടുണ്ട്. വാട്ടർ ഫുള്ള് വിസിലടിച്ചിവിടെ ഫുള്ള് വാട്ടറി ആയിട്ടിരിക്കുകയാണ്. കറിയൊക്കെ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോൾ കഴിവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്ന് അതിൻ്റെ കാറ്റ് എയറൊന്ന് പോകട്ടെ, അത് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിയോന്നൊരു സംശയമുണ്ട്. കറിയേ, ഇതാണ് കറി. ഇച്ചിരി വെള്ളം കൂടിപ്പോയി, ഇത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ഞാനൊരു പാതി എനിക്ക് എടുക്കുകയാണ്. ഓക്കെ, പാതി നല്ല കുറച്ച് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട്, ആവശ്യമുള്ളത് മതിയല്ലോ. ഒരു ഇത്ര പനി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. പക്ഷെ ഞാൻ ബ്രഞ്ച് ആയിട്ടപ്പോൾ കഴിക്കണേ. ഞാൻ മോർണിംഗ് എണിച്ചില്ലായിരുന്നു, കുറച്ച് മുമ്പ്. ഇത് 12 മണി കഴിഞ്ഞു, 1 മണി ആവാൻ പോവാണ് സമയം. സോ കുറച്ച് കറിയും എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? നല്ല വാട്ടറിയാണ്. ആക്ച്വലി പരിപ്പ് കുറവാണ് തോന്നുന്നു, വാട്ടർ ഇച്ചിരി കൂടുതലായി പോയി. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം കൊള്ളാം, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ അർജൻസിയിൽ അതായത് ഫുഡ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുപോലെ വാട്ടർ ആവശ്യമാണെങ്കിൽ ഓക്കെ, അത് നോക്കി ചെയ്യാം. പക്ഷെ എനിക്കൊരുമാതിരി ആവശ്യമായിപ്പോയി, ഐ മീൻ നിറയെ വാട്ടർ ആയിപ്പോയി. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വേറെ എന്തെങ്കിലും കൈമാറും. എൻ്റെ കാര്യം ഇങ്ങനെയാണ് ഗൈസ്. സോ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ, നല്ല അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതെൻ്റെ ഫുഡാണ്. ഇത് തന്നെയായിരിക്കും എനിക്ക് ആഫ്റ്റർനൂൺ. നൈറ്റ് എന്തായാലും ഞാൻ ചോറ് വെച്ച് കഴിക്കും, ഷുവർ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങണം. ബൈ, ലവ് യു, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.